ഗൈസ് കിച്ചപ്പനെ വണ്ടി ഇടിച്ച് മൊത്തം സീനായി നമ്മൾ. അതെ, ഒരാൾ ചാവാൻ കിടക്കുമ്പോൾ അവന് ഇടണം. എടാ നിനക്ക് ആക്സിഡന്റ് ആയി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കാണാൻ വേണ്ടി കുറെ പേര് വരൂടാ. പക്ഷെ ടിസ്റ്റാണെന്ന് പറയട്ടെ, നമ്മള് ആക്സിഡന്റ് ആയി എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞിട്ട് ആർക്കും വിശ്വാസം വന്നില്ല, നമ്മൾ പ്രാങ്ക് ചെയ്യാൻ വിചാരിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾക്ക് ഇനി കിച്ചപ്പനെ ഓക്കെ ആയിട്ടുണ്ട്. കിച്ചപ്പന്റെ ഒരു ട്രാൻസ്ഫോമർ വീഡിയോ കാണുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്രേസി വ്ളോഗ്സ്. അച്ചു വിച്ചു കെച്ചു. ഗൈസ് നമ്മള് അടുപ്പിച്ചു ഗൈസ് നമ്മൾ പ്ലേ ആയില്ലടാ. പ്ലേ ആയില്ലെന്ന് ഗൈസ്. നമ്മള് കഴിഞ്ഞ ആഴ്ച ഒരു നമുക്ക് ഭയങ്കര ഒരു എന്താ പറയാ സങ്കടപ്പെട്ട ഒരു വാർത്ത ഉണ്ടായി. അച്ചു വണ്ടിയിൽ നിന്ന് വീണു. നമ്മളൊട്ടും പ്രതീക്ഷിക്കാണ്ട് സംഭവിച്ചൊരു കാര്യമാണ്. കിച്ചപ്പനെ കാണിക്കാൻ വരട്ടെ. നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ല കിച്ചപ്പൻ വണ്ടിയിൽ നിന്ന് വീഴുമെന്ന്. നോർമലി പ്രോ ആയിരുന്നു ഇവിടുത്തെ റോട്ടിൽ, പക്ഷേ ചെറായിൽ റോട്ടിൽ പ്രോ ആകാൻ പറ്റിയില്ല. അവിടെ മണലുണ്ടായിരുന്നു, ചതിച്ചു. സംഭവം നമുക്ക് തമാശ അല്ലെങ്കിലും ചെറുക്കൻ നല്ല വേദനയിലാണ് ഇരിക്കുന്നത്. കാരണം കിച്ചപ്പൻ കുറച്ചാൾ നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവില്ല. കാരണം നമുക്ക് സന്തോഷമുള്ളൂ, കാരണം 10 ടേക്ക് ഒരു വീഡിയോ ഒക്കെ എടുക്കണം. കിച്ചപ്പൻ വീണിനെ പറ്റി എന്താണ് എനിക്ക് പറയാനുള്ളത്? വീണിനെ പറ്റി നല്ല അഭിപ്രായം മാത്രം. വീഡിയോ കാണിക്കില്ലേ? കിച്ചപ്പനെ എല്ലാവരും അന്വേഷിക്കേണ്ടതെന്ന് നമുക്കറിയാം. ഒരു മണ്ടൻ അന്വേഷിക്കുന്നുണ്ട്, അങ്ങനെ പറയണമെന്നുള്ളൂ. പിന്നെ കിച്ചപ്പൻ റെഡിയായി വരാൻ നമുക്കൊരു വിഷു ആകുമ്പോഴേക്ക് റെഡിയായി മേടിക്കുമല്ലേടാ. അപ്പൊ അപ്പോഴേക്കും അടുത്തവൻ ഒപ്പിക്കും, ഉറപ്പാണ്. പക്ഷെ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ വണ്ടിക്കൊന്നും പറ്റിയിട്ടില്ല. അതാണ് സൂപ്പർ ട്വിസ്റ്റ്. കൂടെ ഉണ്ടായിരുന്നു, അവനും കിടപ്പിലാണ്. വണ്ടി നമ്മള് ഷോറൂമിൽ കയറ്റാൻ പറ്റാത്ത കണ്ടീഷനിലാത്താണ് നമ്മൾ വർക്ക്ഷോപ്പിൽ കയറ്റി. അപ്പൊ എല്ലാരും വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക. നമ്മള് പറയാൻ വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽമെറ്റ് ഇടുമ്പോ ക്ലിപ്പ് ഇടണം. നോർമലി എല്ലാരും ചെയ്യണ പ്രശ്നമാണ്. ചെറുക്കൻ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറയാ എന്താ സംഭവിച്ചത് ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്നുവെച്ചാൽ മറ്റേ നമ്മുടെ എവിടെ ചെറായി റോഡിൽ കൂടി ജെറ്റിട്ട് വരുമായിരുന്നു. അപ്പൊ ഫ്രണ്ടില് ഇങ്ങനെ ഒരു ചെറിയൊരു പാള പോലത്തെ സാധനം കിടപ്പുണ്ട്. അപ്പൊ അച്ഛൻ ആ വണ്ടി അതിൽ കൊട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കല്ലിമ്മ കയറ്റി പാള മുകളിൽ കൂടി ചാടിക്കാൻ നോക്കി, നേരെ തലയും കുത്തി വീണു. അതാണ് ശരിക്കും സംഭവിച്ചത്. അതൊന്നുമല്ല. ഇതിപ്പോ എന്താ ഉണ്ടായത് പറയൂ. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. മണ്ണായിരുന്നു വളവില്, സ്പീഡിലായിരുന്നു, തെന്നി വീണു. തെന്നി വീണത് വരെ ഓർമ്മയുള്ളു. അത് എല്ലാരും പ്രശ്നം സ്ട്രാപ്പ് ഇട്ടിരുന്നില്ല, തല പോയി ഇടിച്ച് സ്ട്രാപ്പിൽ നിന്ന് വിട്ടുപോയി. നേരെ ആദ്യം പോയി ഇടിച്ച് ഹെൽമെറ്റ് ഊരി തെറിച്ചു പോയി. പിന്നെ മുഖം റോട്ടി പറഞ്ഞു. എന്നെ വിളിച്ചേക്കാടാ, ഞാനേ ഹോസ്പിറ്റലില, പ്രശ്നമൊന്നുമില്ല, ഞാൻ ഓക്കെ. അപ്പൊ അപ്പുറത്ത് അകീട് വെച്ചേക്ക, അയ്യോ ഇവരെന്നെ കൊണ്ട് കൊന്നടാ, അവളൊക്കെ ഒച്ചപ്പാടായിരുന്നു പറയണ്ടായിരുന്നു. എന്ത് പറയാനാ വിജു, നിനക്ക് എന്താണ് അവൻ വീടിനെ പറ്റി പറയാനുള്ളത്? എന്ത് പറയാ, ഇപ്പൊ സുഖ ജീവിതമല്ലേ, അമ്മ വാരി കൊടുക്കുന്നു. കയ്യൊന്നും കാണിക്കാത്ത അവസ്ഥയാണ് പുറത്തും പറഞ്ഞിരിക്കണേ. ഇനി അപ്പൊ കിച്ചപ്പൻ ഓക്കെ ആണോ വരെ ഞാനും പിച്ചുകൂടായിരിക്കും വീഡിയോ ഇടുന്നത്. കിച്ചപ്പൻ ഇല്ലാന്ന് പറഞ്ഞു കിച്ചപ്പന്റെ ഫാൻസ് പെമ്പിള്ളായിട്ട് കാണാണ്ടിരിക്കരുത്. കിച്ചപ്പൻ ഉടനെ വരുന്നതായിരിക്കും. കിച്ചപ്പനെ കാണാൻ വേണ്ടി പലവരും വീട്ടിലൊന്ന് പോകുന്നുണ്ട്. അവർ കൊണ്ടുവന്ന ഫ്രൂട്ട്സ് ഒക്കെ എന്ത് വീഡിയോ ഇറക്കും, മുറിഞ്ഞാലും മുറി കൂടുന്ന കിച്ചപ്പന്റെ കമ്പാക്ക് അടുത്ത മാസം ഉണ്ടാവുന്നതായിരിക്കും. അടുത്ത മാസം ഉണ്ടാവോ? അടുത്ത ആഴ്ച പറഞ്ഞ കമ്പാക്ക്. പക്ഷെ കിച്ചപ്പന്റെ കൂടെ വീണവന്റെ കമ്പാക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അവൻ വീഡിയോ കണ്ടെങ്കിൽ അവൻ മെസ്സേജ് ചെയ്യണം. വീട്ടിലവിടെ കിടപ്പുണ്ട്, അവന് കാണാൻ പോയി കഴിഞ്ഞാൽ അവന്റെ വീട്ടുകാർ തെറി വരാതാണ് അവൻ കാണാൻ പോകാത്തത്. കിച്ചവൻ പറയണ അവൻ മറ്റേ സാധനം എന്ന് പറയണേ, മറ്റേ ഒരു തലയോട്ടിയുള്ള സാധനം. അവൻ എപ്പോ വണ്ടി കയറി എത്രാമത്തെ വീഴ്ച ഇപ്പം വീണത്. അവൻ നമ്മള് വീഡിയോയില് പേര് പറഞ്ഞ് ആളെ തിരിച്ചറിയിക്കണില്ല. പക്ഷെ അകി നീ ഇത് കാണണം, നീ ഒറ്റൊരുത്തൻ കാരണമാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടായത്. അപ്പൊ നമുക്ക് ഈ വീഡിയോ നിർത്താം. നമ്മള് കുറെ നാളെ വ്ളോഗ് ചെയ്തിട്ട് ഇപ്പൊ കുറച്ച് സങ്കടം പറയണെന്ന് പറഞ്ഞാൽ വന്നാണ്. ഞാൻ ചോദിച്ചു ഈ അവസ്ഥയിൽ വീഡിയോ എടുക്കണം. അതെ, ഒരാള് ചാവാൻ കിടക്കുമ്പോ അവന് ഇടണം. എടാ നിനക്ക് ആക്സിഡന്റ് ആയി എന്ന് പറഞ്ഞ ചിലപ്പോ കാണാൻ വേണ്ടി കുറെ പേര് വരൂടാ. പക്ഷെ ടിസ്റ്റ് ആണെന്ന് പറയട്ടെ, നമ്മള് ആക്സിഡന്റ് ആയി എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞിട്ട് ആർക്കും വിശ്വാസം വന്നില്ല, പ്രാങ്ക് ചെയ്യാൻ വിചാരിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾക്ക് ഇനി കിച്ചപ്പനെ ഓക്കെ ആയിട്ടുണ്ട്. കിച്ചപ്പന്റെ ഒരു ട്രാൻസ്ഫോമർ വീഡിയോ കാണുന്നത്. പൊളിയായിട്ട് വരുള്ളൂ. നീ കണ്ടോ, അടുത്ത വണ്ടി റെഡിയാക്കി ഇറക്കുന്നു പൊളിക്കാൻ. അപ്പൊ എല്ലാരും ബീച്ചിൽ കൂടി പതിയെ വണ്ടി ഓടിക്കണം. ബീച്ചിൽ കൂടി അല്ല, അത് വളവായിരുന്നു, ബീച്ചേ കഴിഞ്ഞായിരുന്നു. സമ്മതിക്കണം കേട്ടോ. ഗായ്സ്.